അമ്മയായിരിക്കും ഇതിനകത്ത് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നല്ലേ, അത് വളയ്ക്കാൻ വന്നതാണെന്ന്. അങ്ങനെയാ പറഞ്ഞു, എന്റെ അമ്മയാണോ നിനക്ക് പറഞ്ഞു തന്നെ? അവളുണ്ടോ അവിടെ? അവളെ ഒന്ന് കാണണമല്ലോ എന്ന്. അല്ല പിന്നെ എന്താ പറയണ്ടേ ഇവനോടൊക്കെ? തീരെ കുട്ടിയാ, അവളെ എനിക്കറിയാവടാ, അതുകൊണ്ട് തന്നെ പറയുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അലക്സേ, നിനക്ക് അച്ഛനും അമ്മയൊക്കെ ഉണ്ടാ? ഇല്ല. ആ നിന്നെ കണ്ടപ്പോൾ എനിക്ക് തോന്നി നീ മനുഷ്യ ജീവിക്കുന്നുണ്ടായാലും നിന്നെ കണ്ടപ്പോഴേ. ഹായ് എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നത് എലിസബത്ത്, അമൃത, നമ്മുടെ അണ്ണൻ അവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഗൈസ്. അപ്പൊ എലിസബത്തിനോടാണ് എനിക്ക് പറയാനുള്ളത്. എലിസബത്തെ, നിങ്ങൾ പോകുന്നത് നാശത്തിലേക്കാണ്. അപ്പോ കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുവാണ് എന്നുള്ള ഒരു വ്യാജേന കുറെ കക്ഷികൾ നിങ്ങളുടെ കൂടെ കൂടിയിട്ടുണ്ട്. ഇവരൊന്നും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കൂടെ കൂടിയതല്ല. അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ് ചെകുത്താൻ എന്ന് പറയുന്ന ആൾ. ചെകുത്താൻ എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ മോഹൻലാലിന് വരെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു നടക്കുന്നവരാണ്. മോഹൻലാൽ ഇല്ലാതെ ഇവരൊരു കണ്ടിട്ടില്ല. അപ്പൊ ഇവന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഷയം കിട്ടിയിട്ടുണ്ട്. അതാണ് ഈ എലിസബത്ത് വിഷയം എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പോ എന്തായാലും ഈ എലിസബത്തിന് ഇനി ഒരു കുറച്ച് റെസ്റ്റ് കിട്ടാൻ പോകണ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോ എംപുരാനിൽ റിലീസാണ്. അപ്പൊ അതുകൊണ്ട് ഇനി 2 ദിവസത്തേക്ക് എലിസബത്ത് ഫ്രീ ആയിരിക്കും. ഇനി മോഹൻലാലിന്റെ പുറകെ പുള്ളിക്കാരൊക്കെ പോയി. കഴിഞ്ഞ ദിവസം എംപുരാന്റെ ഒരു പോസ്റ്ററിന്റെ മുന്നിൽ കിടന്ന് കൊണ്ടേ അടിക്കുന്നുണ്ടായിരുന്നു. മോഹൻലാൽ ഹെലികോപ്റ്ററിൽ ഇരിക്കുന്നത്, ജീപ്പിൽ ഇരിക്കുന്ന കണക്കാണ്. ഹെലികോപ്റ്ററിന്റെ പക്കത്ത് പോലും പോകാത്തവരാണ് ഹെലികോപ്റ്ററിൽ ഇരിക്കുന്ന മോഹൻലാലിനെ കളിയാക്കുന്നത്. ആ വീഡിയോ എന്തായാലും ഞാൻ കാണിച്ചു തരാം. പുള്ളിക്കാരൻ പറയുന്ന പൊട്ടത്തരം എത്രമാത്രം ഉണ്ടെന്നുള്ളത് നിങ്ങൾ. എംപുരാൻ എന്ന മൂവിയുടെ പോസ്റ്റർ റിവ്യൂ ആണ് ഞാനിപ്പോ ചെയ്യുന്നത്. പോസ്റ്റർ റിവ്യൂ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത്. അത് പുതിയൊരു റിവ്യൂ ആണ്. എല്ലാരും ഈ റിവ്യൂ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. നല്ല സ്റ്റൈലായിട്ടായിരിക്കുന്നത് അല്ലേ? എടോ ഇങ്ങനെ ഇത് കണ്ടോ? ആണോ? ലെമ്പുരാനോ? അല്ല, എംപുരാൻ L2 എന്നാ പറയുന്നത്. L2 എന്തേലാട്ടെ ലാലേട്ടൻ ഇരിക്കുന്നുണ്ടോ? അടിപൊളിയായിട്ടുണ്ട്. കയറ്റി വെച്ചതുപോലെ ഉണ്ട്. ആരോ എടുത്ത് വെച്ചാന്ന് തോന്നുന്നു. എനിക്ക് കണ്ടിട്ട് അങ്ങനെ ഉണ്ടാവുന്ന. എനിക്ക് കണ്ടിട്ട് ഈ മറ്റേ ജോർജ് ഏട്ടൻ മറ്റേ ഇത് കൊടുത്തിട്ടേ റബ്ബർ ഷീറ്റ് ഒക്കെ വിട്ടിട്ട് ഇടുക്കിയിലുള്ള ജോർജ് ഏട്ടൻ റബ്ബർ ഷീറ്റ് ഇട്ടിട്ട് ജീപ്പിൽ തിരിച്ചു വന്നോലോ തോന്നുന്നുണ്ട്. വീട്ടിലോട്ട് പോകണമല്ലോ. അയ്യോ, ശരിയാണോ? അതിനൊന്നും ഈ കോസ്റ്റ്യൂം റബ്ബർ വെട്ട് ഇറങ്ങി ഈ കോസ്റ്റ്യൂമിലാണോ കാണുന്നത്? ഓ, ഇത് തുരിശടിക്കാൻ പോയതായിരിക്കുള്ളൂ. പക്ഷെ അത് ഹെലികോപ്റ്റർ ഞാൻ പറഞ്ഞ ശരിയാണ്. പക്ക ജീപ്പിലൊക്കെ ഇരുന്നുള്ള ശീലമല്ല ഇയാൾക്ക് ഇവിടെ ഹെലികോപ്റ്റർ പറ്റും. മനസ്സിലായി? അവിടെ കയറിയുള്ളൂ. അതെ, എവിടെ കയറിയാലും പുള്ളിക്കറിയാവുന്ന ഇരിപ്പല്ലോ. ശരിക്കും ജീപ്പായിരിക്കും. കടിച്ചോടെ ലാലേട്ടനെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ ഇത്ര ചോർച്ചില്? അല്ല, എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ഈ ലാലേട്ടനോട് എന്താണ് പുള്ളിക്കാരൻ ഇത്രയും ചോർച്ചിലെന്ന് ഒരു രക്ഷയില്ല കേട്ടോ ആലോചിക്കുന്നത്. ഈ പുള്ളിക്കാരന്റെ കോണ്ടന്റ് എന്ന് പറയുന്നത് ലാലേട്ടനായിരുന്നു മെയിൻ ആയിട്ട്. ഇപ്പൊ അത് എലിസബത്ത് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ എലിസബത്തിനെ കുറിച്ച് എന്താ പറയാനുള്ള? എലിസബത്തിന്റെ കാര്യം വെച്ച് നോക്കുവാണെങ്കിൽ പുള്ളിക്കാരൻ ഇപ്പൊ എലിസബത്തിനെതിരെയാണ്, എലിസബത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് കുറെ ദുരാ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. എലിസബത്തിന് ഭയങ്കര സപ്പോർട്ടാണ്. എലിസബത്തിന് നീതി വാങ്ങിച്ചു കൊടുക്കണം എന്നൊക്കെ ഉള്ള തരത്തിലാണ് വീഡിയോസ് വരുന്നത്. പക്ഷെ അങ്ങനെ അല്ല. ഇവന് അണ്ണനുമായിട്ടൊരു പ്രശ്നമുണ്ട്, മറ്റേ ആ തോക്കിന്റെ വിഷയം. അപ്പൊ അതിനകത്ത് എലിസബത്തും ഉണ്ടായിരുന്നു. അപ്പൊ എലിസബത്തിനെ കൂട്ടുപിടിച്ച് എലിസബത്തിന് നീതി വാങ്ങിച്ചു കൊടുക്കാമെന്നുള്ള വ്യാജേന എലിസബത്തിന്റെ കൂടെ നിന്ന് ആ വ്യക്തിയെ അടിക്കണം. പുള്ളിക്കാരൻ ഒരു റിവഞ്ച് എടുക്കണം. അതാണ് കാര്യം. അതാണ് പുള്ളിക്കാരന്റെ ഉദ്ദേശം എന്ന് എനിക്ക് പലതവണ തോന്നിയിട്ടുണ്ട്. അല്ലാതെ എലിസബത്തിനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വീഡിയോസ് നമ്മൾ എലിസബത്തിനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് വീഡിയോ ഉണ്ട്. എലിസബത്തിനെ കുറ്റം പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടില്ല. സപ്പോർട്ട് ചെയ്ത് മാത്രമാണ് വീഡിയോസ് ഒക്കെ ഇട്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ആക്ടറിനെ നല്ല രീതിയിൽ നമ്മുടെ അണ്ണനെ ഒരുപാട് രീതിയിൽ നമ്മൾ കൊല വിളിച്ച കാര്യമാണ്. പക്ഷെ ആ ഒരു ഇത് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഇവരെ നമ്പാണ് ഒരിക്കലും വിശ്വസിക്കില്ല. ഇത് പറയാൻ ഒരു കാര്യമുണ്ട്. ഇവൻ 2 ദിവസം ഇട്ട ഒരു വീഡിയോ ഉണ്ട്. ഒരു യൂട്യൂബറിനെ, അതായത് ഇവനെതിരെ ഒരു യൂട്യൂബർ വന്ന് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് ആ യൂട്യൂബറിനെ തള്ളയ്ക്കും പെങ്ങൾക്കും അടക്കം വിളിക്കും. ജസ്റ്റ് ആ വീഡിയോ. അതെ, എന്നെ കുഴപ്പമെന്ന് വെച്ചാൽ ചിലപ്പോ ഇവന്റെ തള്ളയോ പെങ്ങളോ മോളോ ഒക്കെ ആയിരിക്കും അവനെ സംശയം ഉള്ളത്. മനസ്സിലായോ? അവന്റെ തന്തയല്ലല്ലോ എന്റെ തന്ത. ഒക്കെ കൈകാര്യം ചെയ്യാൻ എലിസബത്തിന് അറിയാം. മനസ്സിലായില്ലേ? അത് നിനക്ക് നിന്റെ പെങ്ങൾക്കോ ഭാര്യക്കോ അമ്മയ്ക്കോ കൈകാര്യം ചെയ്യാൻ അറിയത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിലുള്ള സകല പെണ്ണുങ്ങളും അങ്ങനെയാണെന്ന് വിചാരിക്കണ്ട. ഇനിയിപ്പോ അഥവാ എഴുത്താൻ അങ്ങോട്ട് ചെന്ന് ഇറക്കിയാലും ആറാട്ടൻ ഇറക്കിയാലും അവർക്കത് ഡീൽ ചെയ്യാൻ അറിയാം. പിന്നില്ല ഇതിനിടയിൽ ഇങ്ങനെ ഒരു കണ്ടെത്തൽ നടത്തേണ്ട ആവശ്യം ശരിക്കും പറഞ്ഞു ഭയങ്കര കണ്ടെത്തല കേട്ടോ. പക്ഷെ അവനക്കെതിരെ ഈ പുള്ളിക്കാരി കേസ് കൊടുത്താൽ അവന് പ്രശ്നമാണ്. അത് അപവാദം പറഞ്ഞിറക്കി എന്നുള്ളത് തന്നെയാ സംഭവം. യൂഷ്വൽ സൈക്കോയെ പറ്റിയാണ് സംസാരിച്ചിരിക്കുന്നത്. അവൻ എന്തോ അവന്റെ വീഡിയോക്കകത്ത് വന്നു സംഭവം യൂഷ്വൽ സൈക്കോയെ കുറിച്ചാണ് എന്തോ സംസാരിച്ചിരിക്കുന്നത്. അപ്പൊ അവൻ എന്തോ വീഡിയോക്കകത്ത് വന്നു പറഞ്ഞു എലിസബത്തിനെ വളയ്ക്കാൻ വേണ്ടി, ഇവൻ വളയ്ക്കാൻ വേണ്ടിയിട്ടാണ് പുറകെ നടക്കുന്നത്. പുള്ളിക്കാരൻ പറഞ്ഞവനോട് ഞാനും യോജിക്കുന്നില്ല. അത് വളരെ മോശമായി പോയി അങ്ങനെ പറഞ്ഞു.
പറഞ്ഞത്. ഓക്കെ, അവൻ പറഞ്ഞതിന് അവനാണ് മറുപടി കൊടുക്കേണ്ടത്, അല്ലാണ്ട് അമ്മയും പെങ്ങളെയും ഒന്നും അല്ല പറയുന്നത്. അത് വളയ്ക്കാൻ വന്നതാണെന്ന് അങ്ങനെയാ പറഞ്ഞു. എന്റെ അമ്മയാണോ അതിനൊക്കെ പറഞ്ഞു തന്നെ? അമ്മയായിരിക്കും ഇതിനകത്ത് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് അല്ലേ? ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മോനെ അറിയാവോ? അതിതാണ് മറ്റേതാണ് അത് വളയ്ക്കാൻ വന്നതാണെന്ന് അങ്ങനെയാ പറഞ്ഞു. എന്റെ അമ്മയാണോ അതിനൊക്കെ പറഞ്ഞു തന്നെ? അവളുണ്ടോ അവിടെ? അവളെ ഒന്ന് കാണണമല്ലോ. അത് അല്ല പിന്നെ എന്താ പറയണ്ടേ ഇവനോടൊക്കെ? അതെ, കാരണം ഞാനും നിന്റെ അമ്മയൊക്കെ ക്ലാസ്മേറ്റ്സ് ആണേ. നിനക്കതറിയത്തില്ല നീ എത്രത്തോളം കുട്ടിയാന്നുള്ളത്. തീരെ കുട്ടിയാ അവളെ എനിക്കറിയാടാ. അതുകൊണ്ട് തന്നെ പറയുന്നത്. അവിടെ ഞാൻ ചോദിക്കാം, എന്നെയാണോ ഉദ്ദേശിച്ചതെന്ന്. മനസ്സിലായോ നിനക്ക്? ഇങ്ങനെയുള്ള തെമ്മാടിത്തരങ്ങളാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കാം, മറ്റൊരു ആളുടെ പെങ്ങളെയോ അമ്മയെയോ ഒന്നും ബഹുമാനിക്കാൻ കഴിയാത്ത ഇവൻ എങ്ങനെയാണ് വേറൊരു സ്ത്രീക്ക് വേണ്ടി ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട് ഇവൻ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് എന്തിനാണ്? അങ്ങനെ പറ്റുമോ? വേറൊരാളെ ഇങ്ങനെ പറഞ്ഞിട്ട് വേറൊരു സ്ത്രീയുടെ കൂടെ നല്ല രീതിയിൽ നിൽക്കുന്നത് അങ്ങനെ പറ്റുമോ? ഇതിനകത്ത് തന്നെ ഒരു ദുരുദ്ദേശമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നല്ല വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ പേഴ്സണൽ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എലിസബത്തിന്റെ കൂടെ നിൽക്കുന്നത് എന്നുള്ളത്. വേറൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഞാൻ ആലോചിച്ചു, ഈ പുള്ളിക്കാരൻ എന്തിനാണ് ഈ നാട്ടുകാരനെ തന്തയ്ക്കും തള്ളക്കൊക്കെ വിളിക്കുന്നത്? പുള്ളിക്കാരന്റെ പഴയ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്യുന്നത്, അങ്ങനെ വിളിക്കുന്നത്? പുള്ളിക്കാരന്റെ ഒരു വോയിസ് ആണ്, അത് ഞാനൊന്ന് വെക്കാം, നിങ്ങളൊന്ന് കേട്ടു. അപ്പൊ നാട്ടുകാരുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വിളിക്കുന്നതെന്ന് ഇത് കേട്ടാൽ കാര്യം മനസ്സിലാവും. ഹലോ, അലക്സ് അല്ലേ? അതെ, എന്തൊക്കെയുണ്ട് മച്ചാനെ വിശേഷം? എന്ത് വിശേഷം? ഞാൻ എഫ് പിയിൽ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, അത് കണ്ടിട്ട് ഇങ്ങനെ നമ്പർ കിട്ടി അങ്ങനെ വിളിക്കുക. ആ വീഡിയോ കണ്ടായിരുന്നു, അങ്ങ് പെരുത്ത് ഇഷ്ടായി. അത് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അലക്സേ, നിനക്ക് അച്ഛനും അമ്മയൊക്കെ ഉണ്ടാ? ഇല്ല? ആ, നിന്നെ കണ്ടപ്പോൾ എനിക്ക് തോന്നി നീ മനുഷ്യ ജീവിക്കുന്നുണ്ടായാലും നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയായിരുന്നു. നിന്റെ ആ സ്റ്റൈലും മുടി വളർത്തലും നിന്റെ ആ സംസാരവും കണ്ടപ്പോഴേ എനിക്ക് തോന്നി നീ നല്ല തന്തയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല. നിനക്ക് തന്തയിൽ അവളെ ജീവിച്ചിരിപ്പില്ല എന്ന് എനിക്ക് മനസ്സിലാടാ. കേട്ടില്ലേ? അപ്പൊ ബാക്കി വെക്കാൻ പറ്റത്തില്ല, ഭയങ്കര തെറിവിളിയാണ്. അപ്പൊ അവൻ ചോദിക്കുന്ന കേട്ടില്ലേ, നിനക്ക് അച്ഛനും അമ്മയൊക്കെ ഉണ്ടോ? അപ്പൊ ഇവ പറയാ ഇല്ല. ഇവനൊക്കെ എന്തോ പറയാനാ? അവൻ തന്നെ വന്ന് പറയുന്നത് എനിക്ക് തന്നേ തള്ളയില്ല. അപ്പൊ പിന്നെ പുള്ളിക്കാരൻ ബാക്കിയുള്ളവന്റെ തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിച്ചില്ലെങ്കിലേ ഉള്ള അതിശയം. നാളെ ഈ വീഡിയോ ചെയ്തതിന്റെ പേരിൽ എന്റെ തള്ളയ്ക്കും തന്തയ്ക്കും വന്ന് വിളിച്ചാലും അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല, വിളിക്കുമെന്ന് ഉറപ്പാണ്. പുള്ളിക്കാരനെ തന്നെ അങ്ങനെ തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ഇത്രയും നല്ല സ്വഭാവമുള്ള സ്വഭാവ സൽഗുണനായ അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് എലിസബത്തിന് നീതി മേടിച്ചു കൊടുക്കണം, എലിസബത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് കൂടെ നിൽക്കുന്നത്. അതാണ് ഞാൻ എലിസബത്തിനോട് പറഞ്ഞത്, നിങ്ങൾ നാശത്തിലേക്കാണ് പോകുന്നത്. അപ്പോ ഈ ആക്ടറിനെതിരെ നിങ്ങൾ ആദ്യം ഒറ്റയ്ക്കാണ് ഫൈറ്റ് ചെയ്ത് തുടങ്ങിയത്. അപ്പോ എന്ന് നിങ്ങൾ ഈ ഒരു കൂട്ടുപിടിച്ച് മുന്നേറാൻ തുടങ്ങിയോ അന്ന് നിങ്ങളുടെ നാശത്തിലേക്കായിരിക്കും നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഈ ആക്ടർ നിങ്ങൾക്കെതിരെ തിരിഞ്ഞത്. അപ്പോഴാണ് പുള്ളിക്കാരൻ പറഞ്ഞത് ഇവിടെ ഒരു ഗൂഢാലോചനയുടെ ഒരു ഉണ്ട്, ഇവിടെ ഒരു ടീം ഉണ്ട്, ആ ടീമിന് ഒരു തലവനുണ്ട് എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നത്. അപ്പോ അത് നിങ്ങളിൽ നിന്ന് ആ ഒരു വിഷയം മാറി അത് വേറൊരു തലത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഒറ്റയ്ക്ക് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ജനങ്ങളുണ്ട് കൂടെ, നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ഫൈറ്റ് ചെയ്യണമായിരുന്നു. ഇവന്മാരൊന്നും യാതൊരു ആവശ്യവും ഇല്ല കൂടെ പിടിക്കുന്നത്, ഒറ്റയ്ക്ക് തന്നെ മുന്നോട്ട് പോവാം. അപ്പൊ എനിക്ക് തോന്നുന്നില്ല എലിസബത്തിന്റെ നന്മയ്ക്കാണ് ഇവരെല്ലാം കൂടെ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ പുള്ളിക്കാരൻ തന്നെ എലിസബത്തിനോട് ബ്രെയിൻ വാഷ് ഒക്കെ ചെയ്ത് നിൽക്കുന്നുണ്ടാവും. ആര് വന്ന് പറഞ്ഞാലും ഇങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന്. അപ്പൊ നമ്മളൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്നറിയാം. ശരിക്കും എലിസബത്ത് ഒരു ദിവസം ഇതെല്ലാം മനസ്സിലാക്കുമെന്ന ഒരു കാര്യം, അത് ഉറപ്പുള്ള കാര്യം, തനിക്കോണം മനസ്സിലാക്കും തീർച്ചയായും. അപ്പൊ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.